നമസ്കാരം. CPM-ന്റെ മധുര പാർട്ടി കോൺഗ്രസ് അതിൻ്റെ കരട് പ്രമേയ ചർച്ചകളിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം സ്ഥിരം ക്ഷണിതാവായി വരാനുള്ള സാധ്യത കൂടുതലും തെളിഞ്ഞു വരികയാണ്. അതായത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണ പിണറായി വിജയന് ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കാൻ പൊതു സമൂഹത്തിന് കഴിയുന്നത്. അതായത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കേരളത്തിൽ ഒരു തുടർഭരണം ആവശ്യമാണ്. കേരളത്തിൽ അത്തരത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയൻ നേതൃത്വം നൽകണം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിന് മാത്രമേ CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ തുടർഭരണം കിട്ടൂ എന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കരുതുന്നു. അതായത് ഇന്നലെ പാർട്ടിയുടെ കരട് പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് പോളിറ്റ് ബ്യൂറോയുടെ ഇപ്പോഴത്തെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത്, ദേശീയ തലത്തിൽ പാർട്ടി വളരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഭരണം വേണം എന്നുള്ളതിന് തീർച്ചയായിട്ടും പിണറായി വിജയൻ പാർട്ടിയെ നയിക്കത്തക്ക രീതിയിലേക്ക് പോകണം എന്ന്. അതായത് കേരളത്തിൽ തുടർഭരണം ഉണ്ടായാലേ ദേശീയ തലത്തിൽ CPM-ന് ഒരു വളർച്ച ഉണ്ടാകുള്ളൂ എന്ന് പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് സ്ഥിരം ക്ഷണിതാവാകും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതായത് കോർഡിനേറ്ററുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. CC-യിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് വളരെ അപ്രമാദിത്വം ഉണ്ട്. പാർട്ടിക്കകത്ത് CC-ക്കകത്ത് കേരളത്തിൽ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ ആകുന്നതിനോട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും 75 വയസ്സ് എന്ന പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകാൻ ചിലപ്പോൾ CPM-ലെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPM-ന് ചിലപ്പോൾ അങ്ങനെ നടപടി എടുക്കേണ്ടി വരും. അതായത് ഇനി നാം പറയുന്നത് ഈ തുടർന്ന് കരട് പ്രമേയ ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിനോടുള്ള സമീപനം, പാർട്ടിയുടെ CPM എന്ന പാർട്ടിയുടെ വളർച്ചയിലെ മുരടിപ്പ് ഒക്കെ ചർച്ചാ വിഷയമാകും. CC-യിലെ കേരള ഘടകം തീർച്ചയായിട്ടും പിണറായിയെ അനുകൂലിക്കും. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് സ്ഥിരം ക്ഷണിതാവ് ആകാൻ തന്നെ സാധ്യത തെളിയുമ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അതായത് കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടി ഒരു തുടർഭരണം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടുമോ എന്നുള്ള പത്രപ്രവർത്തകരുടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബേബി പറഞ്ഞത് അത് ജനം തീരുമാനിക്കട്ടെ എന്നാണ്. പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകുമോ എന്നുള്ളതിനും ബേബി അന്ന് ഒരു വ്യക്തമായ മറുപടി നൽകിയില്ല. ഏതായാലും MA ബേബി പിണറായി വിജയൻ അത്ര അഭിമതനല്ല. എങ്കിലും അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു സ്ഥിരം ക്ഷണിതാവാകുമ്പോൾ പിണറായി അടങ്ങുന്ന സെൻട്രൽ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ബേബിക്ക് ഒരു ഇളവ് നൽകിയാൽ, ബേബിയെ ഒന്ന് അനുകൂലിക്കണം എന്ന് കരുതിയാൽ മാത്രമേ MA ബേബിക്ക് ജനറൽ സെക്രട്ടറി ആകാൻ കഴിയുള്ളൂ. അതായത് CC-യിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മൃഗീയ ഭൂരിപക്ഷം കേരള ഘടകത്തിന് ഉണ്ടാകുമ്പോൾ പിണറായിയുടെ വാക്കുകൾക്ക് ഒരു വില നൽകേണ്ടി വരും. പിണറായിയുടെ സംഘാംഗങ്ങളും സെൻട്രൽ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന് ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകണം എന്ന രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകും. അപ്പോൾ പ്രായപരിധി ഇളവ് ചർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത്തരത്തിൽ പ്രായപരിധി ഇളവ് 75 എന്നത് പിണറായി വിജയന് മാത്രം ബാധകമല്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ചർച്ച മറ്റു പല പഴയ പാർട്ടി കോൺഗ്രസിലെ പഴയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതായത് പ്രായപരിധി ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ ജ്യോതി ബസു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം സ്വമേധയാ ഒഴിയുകയും ബുദ്ധദേവന് മുഖ്യമന്ത്രി പദം നൽകുകയും അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ അന്ന് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോയിലെ ഒരു അംഗമായി മാത്രം തീരുകയും ചെയ്ത ഒരു സംഭവം കൂടെ അത്തരത്തിലൊരു ചരിത്രം കൂടെ CC-യിലെ മറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു തുടർഭരണം കേരളത്തിൽ CPM-ന് വേണം എന്ന് CPM-ന്റെ ഇപ്പോഴത്തെ പാർട്ടിയുടെ PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് കരട് പ്രമേയ ചർച്ചയിൽ പറയാതെ പറയുമ്പോൾ പിണറായിക്ക് മുന്നിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് സ്ഥിരം ക്ഷണിതാവ് എന്ന
അദ്ദേഹത്തിന് മുന്നിൽ ആ വാതിൽ അടയുന്നില്ല, ആ വാതായനം അദ്ദേഹത്തിന് മുന്നിൽ തുറക്കപ്പെടുന്നു, അദ്ദേഹം PBയിൽ തന്നെ തുടരും എന്ന വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അറിയാനുള്ളത് പിണറായി അടങ്ങുന്ന, പിണറായിയുടെ കൂടെ പിണറായിക്കൊപ്പം നിൽക്കുന്ന കേരള ഘടകം, അതായത് പ്രകാശ് കാരാട്ടും പിണറായിയും ഒക്കെ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. പാർട്ടിക്കകത്ത് PBയിൽ അവർ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊപ്പം നിൽക്കുന്നവർ എങ്ങനെ MA ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കണമോ വേണ്ടയോ എന്നുള്ള CCക്കകത്തുള്ള മൃഗീയ ഭൂരിപക്ഷം, കേരള ഘടകത്തിൻ്റെ മൃഗീയ ഭൂരിപക്ഷമായിരിക്കും അതിലൊരു അവസാന വിധി അല്ലെങ്കിൽ അവസാനത്തെ പറച്ചിൽ എന്ന് നമുക്ക് കരുതാം. ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നുള്ളത് നമുക്ക് ഒരല്പം കൂടെ കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഇനി മറ്റാരുടെയെങ്കിലും, ഇപ്പോൾ ബൃന്ദ കാരാട്ടാകുമോ? ബൃന്ദ കാരാട്ടിൻ്റെ പ്രായപരിധി വിഷയമാണ്. 75 വയസ്സിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. നന്ദി.